To the left, to the right, 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 to the left. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, والله خوش رايك صح عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇന്ന് തൂഫാൻ തൂക്കിയുടെ തൂഫാൻ നമ്മുടെ കേരളം ഇപ്പം അടിച്ച് തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന തൂഫാൻ ഇന്ന് എന്നെ തൂക്കി. എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ സ്കൂട്ടിയിൽ എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോൾ വന്ന സമയത്ത് ഞാൻ വണ്ടി സൈഡ് ഒതുക്കി സ്റ്റാൻഡിട്ട് ഇറങ്ങി നിന്നിട്ട് ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു ജീപ്പ് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. നോക്കിയപ്പം പോലീസ് എല്ലാവരും ഉണ്ട്, 4-5 പോലീസുകാരുണ്ട്. അതിൽ 2-3 പേരൊക്കെ ടക്കനെ ചാടി ഇറങ്ങുന്നുണ്ട്. ഒരു സാറാണെങ്കിൽ വണ്ടി ഓടിച്ച് ഞാനായിട്ട് എൻ്റെ വായിക്കത്തെടുത്ത് ഊതടാ എന്ന് പറഞ്ഞു ഊതിയപ്പം സത്യം പല്ലി അടിച്ചു ഊതിയപ്പം സൗണ്ടൊന്നും കേട്ടില്ല. ഞാനിങ്ങനെ സേഫായി. പിന്നെ സാറ് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്, എവിടെയാടാ പോകുന്നത്? സാർ ഇന്ന സ്ഥലത്ത് ഇന്നൊരു ആവശ്യമായിട്ടാണ് പോണത്. കയ്യിൽ വല്ലതും ഉണ്ടാടാ എന്നൊക്കെ പറഞ്ഞ്, പോക്കറ്റിൽ എന്തുവാടാ? ഞാൻ പറഞ്ഞു, സാറേ ഫോണ്. ഇപ്പുറത്തെ പോക്കറ്റിൽ എന്തുവാ? അത് വേറെ ഫോൺ സാറേ. ഈ പേഴ്സ്, മറ്റത് പേഴ്സ് സാറേ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കാണിച്ചു. വണ്ടിയുടെ സീറ്റ് തുറടാ. സീറ്റ് തുറന്ന ബുക്കും പേപ്പറും മാത്രമേ ഉള്ളൂ, വേറൊരു തേങ്ങയില്ല. പിന്നെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ടിരുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നും കിട്ടാത്ത സങ്കടത്തിൽ സാറന്മാരും പോയി. തൂഫാനിൽപ്പെട്ട ഞാൻ അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഇതുപോലെ ചില്ല് നിൽക്കണം. പക്ഷേ കയ്യിൽ സാധനം ഇല്ലാത്തവരടുത്ത് പോയി നോക്കിയിട്ട് കാര്യമില്ല, ഉള്ളവരടുത്ത് പോയി നോക്കണം സാറന്മാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ താടിയും മുടിയൊക്കെ കണ്ടപ്പോൾ, മുടിയില്ല ഓക്കെ, താടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് ചിലപ്പോൾ തോന്നി കാണും. സാറന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊതുവേ ഈ താടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചൊറിച്ചില്ല. എന്തിന്? നാട്ടുകാർ നാറികള നായിൻ്റെ മക്കൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗഞ്ചയാണെന്നാണ്. ഓക്കെ, താടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗഞ്ചയാണെന്നാണ്. ഇതുപോലത്തെ തന്തയ്ക്ക് പറക്കത്താന്മാരുള്ള നാടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടുകാരെയാണ് കേട്ടോ, എല്ലാവരും അല്ല, അത് പറയുന്നവന്മാർക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ തന്തയില്ലാത്തന്മാരാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്രയും വൃത്തികെട്ടവന്മാരാണ് എല്ലാ നാടുകളിലും ഉള്ളത്. ഓക്കെ, അത് ചെറിയൊരു കാര്യമില്ല. അപ്പം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ മഞ്ജുപിള്ള ചേച്ചിയാണ്. മഞ്ജുപിള്ള ചേച്ചി ഇടയ്ക്കിപ്പോൾ രേണുസുതി സംബന്ധമായിട്ടുള്ള ഇഷ്യൂവിലൊക്കെ കോൺട്രവേഴ്സിയിലൊക്കെ പെട്ട് ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്ന് ഇനി ആരെയും ഞാൻ സഹായിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് റീസൺലി മഞ്ജു ചേച്ചിയുടെ മകളുടെ ഒരു വീഡിയോ വൈറലാവുന്നു, ഇഷ്യൂസ് ആവുന്നു, സീനാവുന്നു, പ്രശ്നമാവുന്നു, സീൻ കോൺട്രയാകുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പരിശോധിക്കാം. ഒരു അരുവെന്ന് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. എന്തായാലും ആദ്യം ഞാനൊരു വീഡിയോ കൊടുക്കാം, മഞ്ജുപിള്ള ചേച്ചിയുടെ വീഡിയോ. സത്യം പറഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് മഞ്ജുപിള്ള ചേച്ചിയുടെ ആ ഫേസ് കട്ട് ലുക്ക് കറക്റ്റ് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, മഞ്ജുപിള്ള ചേച്ചിയുടെ മറ്റൊരു വേർഷനായിട്ടാണ് എനിക്ക് മകളെ ഫീൽ ചെയ്തിട്ടുള്ളത്. മകളുടെ പേര് ദയാ സുജിത്ത് എന്നാണ്. ഓക്കെ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും മകളുടെ ആ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതാണ് മഞ്ജു ചേച്ചിയുടെ മകളുടെ ആ വൈറലായ റീൽ. ഈ റീല് ഭയങ്കരമായിട്ട് മില്യൺ വ്യൂസൊക്കെ കിട്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യാത്ര അവസാനിക്കാതെയാണ് ആ റീലിൻ്റെ യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല കാര്യം, വൈറലായി. പക്ഷെ വൈറലായെങ്കിലും എയറിലുമായി. എന്തായാലും നമുക്ക് എയറിലായതിലോട്ട് വരാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മഞ്ജുപിള്ള ചേച്ചിയുടെ മകളുടെ ഡ്രസ്സ്, ഇതൊക്കെ ഒരു വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ മഞ്ജുപിള്ള ചേച്ചിയും മകളും ഒക്കെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട്ട് നമുക്കൊന്ന് കിടക്കാം. ഒന്നാലോചിച്ച് നോക്കണം, വിവരം ഒന്നാലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമൻറ്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പോൾ അവൾ പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്കെന്താ അവൻ്റെ അടുത്ത് ആരാധന തോന്നുന്നു? പറയുന്നവൻ്റെ അടുത്ത് കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കും. എൻ്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. നല്ല പെർഫോമൻസാ. കാരണം എൻ്റെ മോളെക്കാളും അതല്ലല്ലോ തിരിഞ്ഞു പോയേ. എൻ്റെ മോളെക്കാളും സൗന്ദര്യം ഞാനാടാ. ആടാ അത് പറഞ്ഞ കുറച്ച് മഞ്ജു ചേച്ചി പോങ്ങി. ഇപ്പം ഞാൻ സൗന്ദര്യം ഉണ്ടല്ലേ എന്നുള്ള സെറ്റപ്പില്ല. ഓഫ് കോഴ്സ് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മോളെക്കാളും സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതെന്താ, മോളെക്കാളും അമ്മ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്?
ഓക്കെ, സൗന്ദര്യം ഓരോരുത്തരുടെ കണ്ണിലാണ്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മഞ്ജു ചേച്ചി അത്ര സൗന്ദര്യം തോന്നുന്നില്ല, മോളെയാണ് സൗന്ദര്യം തോന്നുന്നത്. അതെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട്. അപ്പം എനിക്ക് ഒരു സാധനം കാണുമ്പോൾ എനിക്ക് സൗന്ദര്യം തോന്നുന്നതാണ് എൻ്റെ കണ്ണിലെ സൗന്ദര്യം. ഇപ്പോൾ 2 ആപ്പിൾ എടുത്ത് ഇങ്ങനെ വെച്ചെന്ന് വയ്ക്കുക, എനിക്ക് നോക്കിയപ്പോൾ ഈ ആപ്പിളാണ് ഇഷ്ടപ്പെട്ട, കൊള്ളാം, ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഇത് ഇഷ്ടപ്പെട്ടില്ല. അത് ഓരോരുത്തരുടെ കണ്ണിലെ കാഴ്ച, അവരുടെ ഒരു സാധനമാണ്. അപ്പം നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ വേറൊരു പയ്യൻ ഇഷ്ടപ്പെടും, പെടാതിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, ചിലവർ ഇഷ്ടപ്പെടും. അത് എനിക്ക് ചിലപ്പം മഞ്ജു ചേച്ചി സൗന്ദര്യം കൂടുതലായിട്ട് തോന്നും, അല്ലെങ്കിൽ മോള് സൗന്ദര്യമായിട്ട് കൂടുതലായിട്ട് തോന്നും. ചിലപ്പോൾ മഞ്ജു ചേച്ചി ആയിരിക്കും സൗന്ദര്യം കുറവായിട്ട് തോന്നും. അത് എൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസ് ചെയ്തിരിക്കും. അതൊരു വലിയ തെറ്റായ കമൻ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കൊന്നും കമൻ്റ് ഒന്നും വരാൻ പാടില്ല. നിങ്ങൾ ആരും സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പറയുന്ന പോലെ വീഡിയോ ഫോട്ടോസോ ഒന്നും ഇടല്ലേ. ഇത് പബ്ലിക്കിലോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ആൾക്കാർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറ്റം കണ്ടെത്തും. അത് ശരിയല്ല ചേച്ചി. അതെന്താ എനിക്കൊരു ഇഷ്ടം പോലെ തോന്നി. അതൊന്നും വലിയ ആനക്കാരിയൊക്കെ ഉണ്ട്. ഇതൊന്നും ആനക്കാരിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി പറ. ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ മോളെ കുറിച്ച് മോശം ഒരു സംഭവം എഴുതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നല്ല കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ നല്ല റീൽസും നല്ല ഇത് ഇടുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് കോണ്ടാക്ട്സിലും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. കാരണം ചില സമയത്തൊക്കെ എടുക്കുന്ന റീലും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ നേരെ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കെട്ടിയിട്ടുണ്ട് ആരാന്ന് പറഞ്ഞു. അവന്മാരെല്ലാം കൂടെ തപ്പി എടുത്തു. ചേച്ചി ഞങ്ങളുടെ ഗ്യാങ്ങിലില്ല. തപ്പി എടുത്തപ്പം അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാണ്, മലയാളി. അവൻ അവിടെ ഇരുന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കുക. അവന്മാരെ തപ്പി എടുത്തു. അപ്പം അന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ പൂട്ടുമെന്ന്. ഓക്കെ, മഞ്ജു ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു ചേച്ചിയുടെ മകൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ചേച്ചി പണിയും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് എല്ലാ പാരൻസിനും ഉള്ളൊരു സംഭവം തന്നെയാണ്. നാളെ എൻ്റെ മക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പണിയും. ഇപ്പം എൻ്റെ അപ്പനും അമ്മ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടിക്കും. അതൊക്കെ ഉള്ളത് തന്നെ. അത് നമുക്ക് പൊള്ളും. നമുക്ക് വേണ്ടപ്പെട്ടവരെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് പൊള്ളും. അത് ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതിയൊന്നുമല്ല. നമ്മൾ ഇടിക്കും എന്നുള്ള മൈൻഡ് തന്നെയാണ്. ഓക്കെ, അത് തെറ്റല്ല. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ മകളെ പറയുമ്പോൾ മഞ്ജു ചേച്ചിക്ക് എന്തായാലും പൊള്ളും. മഞ്ജു ചേച്ചി പറഞ്ഞാലും ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും. ഇപ്പം എനിക്ക് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട് പുല്ല് എന്നുള്ള മൈൻഡിലായിരിക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും. തിരിച്ചും തായും പോയി ഇത്ര ഇമ്രൊക്കെ ഇട്ട് വിളിക്കും. ഓക്കെ, വിളി കിട്ടിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബിലോ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് മഞ്ജു ചേച്ചിക്ക് നല്ലോണം ഫീലായി. മഞ്ജു ചേച്ചി പൊട്ടിത്തെറിച്ച് ജീൻ കോൺട്ര അത്രയേ ഉള്ളൂ. മകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പൊട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും കൊള്ളാം, നല്ലതാണ്. ഇനിയുണ്ട്. ഇനി മഞ്ജു ചേച്ചിയും മകളും കൂടിയുള്ള ഒരു റീല് ഞാനൊന്ന് കൊടുക്കാം. വെൻ someone ask if she is my sister instead of my mother. അപ്പം എന്താ റീലൊക്കെ ഇട്ടാണ് അമ്മയും മോളും കൂടിയൊക്കെ ചെയ്യുന്നത്. നല്ല കാര്യമാണ്, അടിപൊളിയായിട്ട് എൻജോയ് ആയിട്ടിരിക്കട്ടെ. ലൈഫ് ഒന്നല്ലല്ലോ, അടിച്ച് പൊളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇനി മഞ്ജു ചേച്ചിയുടെ മകളുടെ പുതിയ റീലാണല്ലോ ഇപ്പോൾ വിവാദ റാണിയായ റീല്. ആ റീല് നമുക്ക് ഒന്നുകൂടി കാണാം. இந்த ரீல் தான் இங்கே பிரச்சனம் ஆயிடுச்சு. അതായത് இந்த റീൽ ആദ്യം നല്ല രസമുണ്ടല്ലോ മഞ്ജു ചേച്ചിയുടെ മകളൊക്കെയാണ്. പിന്നെ കുറച്ച് അങ്ങനെ വലിയ വൃത്തികേടൊന്നുമില്ല, അങ്ങനത്തെ വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഇപ്പം ഞാൻ വേണം ഒന്നുകൂടി ആ റീൽ പ്ലേ ചെയ്ത് കാണിച്ചത്. എനിക്കങ്ങനെ ഇപ്പം ഈ കണ്ടതുപോലെ ഭയങ്കര എന്തോ സംഭവമായിട്ട് തോന്നിയില്ല. ഒന്ന് കാണാം. ഓക്കെ, ട്രാൻസിഷൻ റീൽ ഇങ്ങനെ ആക്കുന്നു. ഡ്രസ്സ് കുറച്ച് എക്സ്പോസീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോസീവ് ആണ്. ഇതുപോലത്തെ റീൽസൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. അപ്പം ഞാനിത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ സപ്പോർട്ടൊന്നും കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക, ഒക്കേഷൻ അനുസരിച്ചിട്ടൊക്കെ നടക്കുക. നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും ഈ നാട് നന്നാവാനൊന്നും പോകുന്നില്ല. അത് വേറൊരു സത്യം. അതെനിക്കിപ്പോൾ മനസ്സിലായി, വരെ എനിക്ക് മനസ്സിലായി. പിന്നെ എടുത്തിട്ട് അലക്കുക, ഉടുക്കുക, വലിച്ചീര ഒട്ടിക്കുക, ഇത്രേ സംഭവിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ മകൾ ഇങ്ങനെ റീലിടുമ്പം മഞ്ജു ചേച്ചിക്ക് ആ ചീത്ത വിളി കിട്ടുക. അതിൻ്റെ റീസൺ ഇത് മഞ്ജു ചേച്ചിയുടെ മകളാണ്. മഞ്ജു ചേച്ചി ഒരു സമയത്ത് ഇങ്ങനത്തെ എക്സ്പോസീവ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലൊന്നും നടന്നതല്ല. അതുകൊണ്ട് തന്നെ മോളെ വളർത്തി ചേച്ചി ഇങ്ങനെ കണ്ട എന്നൊക്കെ പറഞ്ഞ് ഓഫ് കോഴ്സ് വരും.
നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറാവുക. അല്ലാത്ത പക്ഷം മകളെ കൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടിപ്പിക്കാതിരിക്കുക കേട്ടോ മഞ്ജു ചേച്ചി. അല്ലാണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുകയും അല്ലെങ്കിൽ ഇങ്ങനത്തെ റീൽ ഇടുകയും ചെയ്ത് നാട്ടുകാർ ചീത്ത വിളിക്കുമ്പോൾ ഓ എൻ്റെ മോളെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും പിടിച്ചിറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർ അഭിപ്രായം പറയും. നമ്മൾ നാട്ടുകാർക്ക് ഇടയിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് ബോക്സ് ഓൺ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അവരും അല്ല അതൊക്കെ വായി തോന്നുന്നതൊക്കെ പറയും. എല്ലാം ശരിയാണ് അല്ലെങ്കിൽ അത് ആണ് ശരിയെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ അവർ പറയും, നമുക്കത് തടയാൻ പറ്റത്തില്ല. നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് സംസാരിക്കും. നമുക്കത് തടയാൻ പറ്റത്തില്ല ഒരിക്കലും. ഓക്കെ, അതൊരു പ്രപഞ്ച സത്യമാണ്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ താഴത്തെ കുറച്ച് കമൻസ് വായിക്കാം. എ പോർട്രേറ്റ് ഡൺ ബൈ മഞ്ജു പിള്ളൈ. ഓക്കെ, അത് കറക്റ്റ് ആട്ടോ. വേറെ പെൺപിള്ളേരാണ് ഇങ്ങനെ ചെയ്തിരുന്നാൽ കമൻസ് ബോക്സിൽ അഭിഷേകമായിരുന്നേനെ. ഗുർള് യു ജസ്റ്റ് ആറ്റ് ഇറ്റ് ദാൻ്റെ പിന്നെയും സ്ലാച്ച് ചെയ്തു. ഗേൾ യു എറ്റ് പീസ് ഓഫ് വാട്ട് ബൈ മഞ്ജു പിള്ളൈ. ഇറ്റാലി ഫാഷൻ ആണോ ഉദ്ദേശിച്ചത്? ആക്ച്വലി ഇത് ബോംബെ റെഡ് സ്ട്രീറ്റ് ഫാഷൻ ആയിപ്പോയി. അതായത് ബോംബെയിൽ റെഡ് സ്ട്രീറ്റുമായിട്ട് കമ്പയർ ചെയ്ത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. സോ ഡാം പ്രറ്റി തിന്നു മേക്കപ്പ് ഇറ്റ് ഒക്കെ ഒരു പവർ. മല്ലു ബ്യൂട്ടീസ് അറ്റ് വൈനസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ്. ഇതിൻ്റെ ഇടയിൽ മോശം കമൻസും ഉണ്ട്. അതൊക്കെ കുറേയൊക്കെ മുക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു തരത്തിൽ കുറേ മോശം കമൻസ് ഇതിൻ്റെ ഇടയിൽ കൂടി ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും സൈഡിലൊക്കെ കൊടുക്കാം, നിങ്ങൾ പൗസ് ചെയ്തൊക്കെ വായിച്ചോ. ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. നമ്മളൊരു സംഭവം പബ്ലിക്കിലോട്ട് ഇടുന്ന സമയത്ത് ആൾക്കാർ അതിൻ്റേതായ രീതിയിൽ ആൾക്കാരുടെ അഭിപ്രായം പറയും. നമുക്കിതൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പബ്ലിക്കിലോട്ട് ഇത്തരം കാര്യങ്ങൾ ഇടുക. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ല ബെറ്റർ ഓപ്ഷൻ അതാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു ചാനലിൽ ഒരു ലേഡി ഈ പറയുന്ന പെൺകുട്ടിയെ വലിച്ചേറി വളരെ മോശമായിട്ട് സംസാരിച്ചതിനെ തുടർന്നിട്ട് വലിയ വിഷയങ്ങളൊക്കെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നു, വലിയ വിഷയങ്ങളൊക്കെ ആകുമെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. നടക്കട്ടെ. നമുക്കെന്തായാലും നടക്കുന്നതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക, അതുപോലെ മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുക. അല്ലാണ്ട് എക്സ്പോസീവായിട്ടൊക്കെ കാണിച്ച് നമ്മുടെ ശരീരങ്ങളിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറിച്ച് തന്നെ വയ്ക്കുക. പണ്ട് നമ്മുടെ പൂർവികർ മാറുമറയ്ക്കാൻ അവകാശമില്ലാണ്ട് അവർ സമരം ചെയ്ത് സ്വന്തം മാറ് വരെ അറുത്തെറിഞ്ഞ ചരിത്രങ്ങളുണ്ട്. ചരിത്രം അറിയാത്തവർ അതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ സമരം ചെയ്ത് നമ്മുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള, അതായത് താഴ്ന്ന ജാതിയും ഉയർന്ന ജാതിയും മതവും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം നേടിത്തന്ന നമ്മുടെ പൂർവികരുണ്ട്, സ്വന്തം ചോര ചിന്തി. ഓക്കെ, അപ്പോൾ അങ്ങനെ നേടിത്തന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇന്ന് എങ്ങനെ കാണിക്കാമെന്ന സ്വാതന്ത്ര്യത്തിലോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കുറേ നമ്മുടെ ശരീരത്തിലെ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എങ്ങനെ കുറേ എക്സ്പോസീവായിട്ട്, എന്നിട്ട് അതിന് സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുക, അല്ലെങ്കിൽ ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് തള്ളിക്കാണിച്ച് ഉന്തിക്കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു സെക്ഷൽ ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുക, വീഡിയോസ് ഇടുക, റീലുകൾ ഇടുക. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, കുറേ കാമപ്രാന്തന്മാരൊന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവർ പിന്നെ നേരെ ഇവർക്കെതിരെ കേസായിട്ട് പോകും, അല്ലെങ്കിൽ അവരെ അങ്ങ് പൂട്ടാൻ ശ്രമിക്കും, അവർക്കെതിരെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് പറയും അവൻ എന്തിന് അങ്ങനെ പറഞ്ഞു, അവൻ എന്തിന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. നിങ്ങൾ ഇട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടുമാണ് അവന്മാരത് പറയുന്നത്. ഓക്കെ, അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷെ അങ്ങനെ പറയും. നമുക്കത് തടയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ അവരങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും കമൻറ്റ് ബോക്സുകൾ. ഒന്നുകിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് ഇടാതിരിക്കുക. നമുക്കിതൊന്നും ഫേസ് ചെയ്യാനുള്ള ത്രാണിയില്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിലോട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടാതിരിക്കുക. ഇത് ഒരുമാതിരി എക്സ്പോസീവ് ആയിട്ടുള്ള വീഡിയോസ് പബ്ലിക്കിലോട്ട് ഇടുകയും ചെയ്യും. എന്നിട്ട് നാട്ടുകാരെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, എടുത്തിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഒരുമാതിരത്തെ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു ഡബിൾ സിൻഡ്രം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പം മഞ്ജുപിള്ള ചേച്ചിയായാലും മകളെ പറഞ്ഞതിൽ അവർക്ക് വിഷമമുണ്ട്. ഇപ്പം മകളുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. പ്രത്യേകിച്ച് മഞ്ജുപിള്ള ചേച്ചിയുടെ മകളെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ജനങ്ങളുടെ കണ്ണിലൊരു കാഴ്ചപ്പാടുണ്ടേ. അപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണമെന്നോ ജീവിക്കാൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് പബ്ലിക്കിലോട്ട് ഇടുമ്പോൾ ആൾക്കാർ അഭിപ്രായം പറയും. അത് കേൾക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ മാത്രം ഇടുക. ഇപ്പോൾ മഞ്ജുപിള്ള ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എവിടേക്കോ കുറേ വിയോജിപ്പുകളുണ്ട്. നമുക്ക് എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ദ പോയിന്റ്. എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ലോണം കുരു പൊട്ടും അല്ലേ?
നിങ്ങളുടെ മകളെ ആരെങ്കിലുമൊക്കെ പൊതുസമൂഹത്തിലിട്ട് കമന്റ് ബോക്സിൽ ഓടിപ്പിച്ച് ചിന്തുന്ന കാണുമ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കത്തില്ല. നിങ്ങളെ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും. ഓക്കെ, അത് സത്യമാണ്. പക്ഷേ കാണിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നും കൂടി അമ്മയെ നിങ്ങൾ നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പറയണമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇനി പറ. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപമുള്ള അവരുടെ അടുത്ത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്ത് റെസ്പെക്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്ത് റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? ഈ ഒരു പ്രശ്നം ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മൾ ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവർ തയ്യാറാണോ? അവർക്കതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞെ. ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. എന്തിന്? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവർ പറയുന്ന ഒരു കമന്റിന് വേണ്ടി എൻ്റെ ജീവിതം തുറയ്ക്കാൻ ഞാനില്ല. അല്ല, കമന്റ് പറയുന്നത് പോലെ കേട്ട് ജീവിതം തിളയ്ക്കാൻ ചേച്ചി ഇല്ലെങ്കിൽ ചേച്ചി എന്തിനാണ് ഒരു കമന്റ് മോൾക്കെതിരെ വരുമ്പോൾ ഇത്രയും കിടന്ന് വെപ്രാളം കാണിക്കുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. പിന്നെ കമന്റ് ഇടുന്നവർക്ക് എന്തോ കാശ് കിട്ടുന്ന പോലെയാണ് ചേച്ചി പറയുന്നത്. എനിക്ക് അതിൽ യോജിപ്പില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് വെയിലത്തിറങ്ങി പണിയെടുക്കണമെന്ന് രാവിലെ പാടത്തൊന്നുമല്ലല്ലോ ഇന്ന് പോയി പണിയെടുക്കുന്നത്. പറയുന്ന കേട്ടിനെ രാവിലെ ഇറങ്ങും മറ്റേ കച്ചയൊക്കെ കെട്ടി നെല്ല് പറിക്കാനും കളം നടാനും ഒക്കെ ആയിട്ട് ഇറങ്ങും വയലിലോട്ടെന്നുള്ളതല്ലാണ് പറയുന്നത്. മറ്റേ ട്രാൻസിഷൻ എന്താ, 2 റീൽ ഇങ്ങനെ ആക്കുമ്പോൾ 2 റീല് മാറി മാറി മേക്കപ്പ് ഇട്ട് 2 ഡ്രസ്സ് മാറ്റിയിട്ട് റീലെടുത്ത് യാസിക്കാത്തിരിക്കുന്നതിൽ എന്ത് കഷ്ടപ്പാട് ചേച്ചി. ഓക്കെ, എന്തോ കമന്റ് ചെയ്യുന്നവർക്ക് എന്തോ കോടികൾ ഈ കമന്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന പോലെയാണ് ചേച്ചിയുടെ പറച്ചിൽ. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു. ഇത് എന്തുവാ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. വാട്ട് എ വണ്ടർഫുൾ. ചേച്ചി എന്തുവാ കുറച്ച് കുറുമ്പ് കൂടുന്നു. ശരിയല്ല, മണ്ടത്തരം വിളിച്ച് പറയല്ലേ. പിന്നെ മഞ്ഞപത്രങ്ങളെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മളെ പോലത്തെ ഉള്ളമാരൊക്കെ ഇരുന്ന് വിമർശിക്കുന്നത് കൊണ്ടായിരിക്കും കുറേയെങ്കിലുമൊക്കെ ഇതൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പുറം കണ്ടാണ് ഇത് ഇവിടെ നിന്ന് പിടിച്ച് നിൽക്കൂല. ഓക്കെ, ഇനി വേറൊരു വീഡിയോ കൊടുക്കുക. ഇവളാരാ? കറുമ്പി. പിന്നെ പറയും യു ആർ ജസ്റ്റ് ആൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് ഗേൾ. ഐ നോ ദാറ്റ്. കാണാൻ എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിൻ്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്? അപ്പോഴും മഞ്ജുപിള്ളയാണ്, സുഹൃത്തുക്കളല്ല. കണ്ടു മഞ്ജുപിള്ളയുടെ മകൾ ഇങ്ങനെ പറഞ്ഞു, ആരാധകർ അമ്പലന്നു. ഏത് ആരാധകർ? എനിക്കൊരു ഫാൻസും ഇല്ല. സ്വയമേ ഫാൻസ് ഇല്ലെന്ന് പുകഴ്ത്തുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കറുപ്പ് അത് ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ബോഡി ഷെയ്മിങ്, പിന്നെ ഒരാളുടെ ഫേസ്, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ് അതിനെയൊന്നും പറഞ്ഞ് കളിയാക്കുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ അംഗീകരിക്കത്തില്ല. ബേസിക്കലി അത് നമ്മുടെ എന്തുവാ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ജീവിതത്തിൽ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ എന്നെ തന്നെ പറയാറുണ്ട്, നിൻ്റെ മൂക്ക് മറ്റേ അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ലടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ വോട്ട് പുല്ല്, എനിക്ക് തേങ്ങയാണ്, ആനമയിൽ ഒട്ടകം അത് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിലൊക്കെ നമ്മൾ വിഴാതിരിക്കുക എന്നതാണ് നമ്മുടെ ക്വാളിറ്റി. നമ്മളെ പുച്ഛിക്കുന്നവരടുത്തും കളിയാക്കുന്നവരുടെ മുന്നിൽ ആ ഒരു ഇതിൽ നമ്മളെ അങ്ങ് വിഴുന്ന് തൊലഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം തീർന്നു. അവിടെ വിഴാതിരിക്കുന്നതാണ് നമ്മുടെ സക്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് കറമ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ എന്താ കറുത്തിരുന്ന കുഴപ്പമെന്ത്? എന്തുപാടേ അതല്ല, ഞാൻ ബേസിക്കലി ചോദിക്കുക, കറുത്തിരുന്ന കുഴപ്പമെന്ത്? വെളുത്തിരുന്നാൽ മാത്രമേ ഉള്ളൂ. ചത്തു കഴിഞ്ഞാൽ എല്ലാം കറുത്ത് കഴിഞ്ഞ് ഞാൻ ഈ പൂഴ്ത്തി തന്നെ പോണത്. അല്ലെങ്കിൽ കത്തിച്ച് ആമ്പലായിട്ടങ്ങ് പോകും. കറുപ്പ് വെളുപ്പ് കോപ്പി ഇത് കേൾക്കുമ്പോഴേക്ക് കലി വരും. അവരാരാ? ഈ ഒരു സീൻ കാരണം ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പാപ്പരാജീസ് ആണെങ്കിലും വന്ന് മിണ്ടുന്നവരാണെങ്കിലും ഇവര് വന്ന് ഹായ് മഞ്ജു ചേച്ചി വാവ് ഭയങ്കര വലിയ ഫാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും കമന്റ് ഇടുന്നത്. ആണ്, അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും, നമുക്ക് അറിയത്തോലുമില്ല. സോ നമ്മള് ഈ ഇങ്ങനെ ഇടുന്ന കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ ഞാൻ ഇപ്പോൾ കമന്റ്സ് ഒന്നും നോക്കില്ല, പക്ഷെ എങ്കിലും ചിലത് നമ്മൾ ചില ബ്ലൂ ടിക്ക് കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. പക്ഷെ അങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ചില ഹെയ്റ്റ് കമൻറ്റ്സ് എനിക്ക് വളരെ കുറവാണ് വരുന്നത്. ഞാൻ ഇന്നാൾ ഒരാളുടെ നോക്കിയപ്പോഴത്തേക്കും അത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് മനസ്സിലായത്. 0 followers ആണ്. അയാൾ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇയാൾ ആരും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഫേക്ക് അക്കൗണ്ടാണ്. ചില 100 ഫോളോവേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ്
അയാളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് അയാൾ തന്നെ 10 തുടങ്ങി അയാൾ തന്നെ ഫോളോ ചെയ്യുന്നവരെ കൊണ്ടാവും. അവരാണ് ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളും ഇടുന്നത്. അവർക്ക് വേറെ ജോലിയില്ല. നമ്മൾ എന്തിനാണ്? അല്ല, അങ്ങനെ അത് പറയരുത്. അവർക്ക് വേറെ ജോലിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് കഷ്ടപ്പെട്ട് ഇതിടുന്നത്. ഈ ഫേക്ക് അക്കൗണ്ട് 0 ഫോളോയിങ് ചിലപ്പോൾ നിങ്ങളൊക്കെ ബന്ധുക്കളൊക്കെ തന്നെ ആയിരിക്കും വന്നിരുന്ന് കുത്തിയിരുന്ന് ഇട്ട് വരുന്നത്. കാരണം ബന്ധുക്കളായാലും നാട്ടുകാരായാലും കുറേ അത് ഉപയോഗിച്ച സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി വന്നിരുന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. ഞാൻ അതേ പറയത്തുള്ളൂ. അല്ലാണ്ട് കുറേ നെഗറ്റീവ് കമൻസ് വന്ന് പേടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് നമ്മൾ കിടന്ന് വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വരുമെന്നുള്ളൊരു ബോധ്യത്തോടെ ഇരിക്കുക. കൈയും കെട്ടി സ്വീകരിക്കുക. വന്നിട്ട് ഈ ഒരു സെറ്റപ്പിൽ അങ്ങ് ഇരിക്കുക. പിന്നെ ഡ്രസ്സിങ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മഞ്ജുപിള്ള ചേച്ചിയുടെ മോള് ട്രാൻസിഷൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും. നമ്മളിനി പറഞ്ഞു നന്നാക്കാനൊന്നുമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല ഇമാതിരി ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടിറങ്ങി. ഞാൻ എന്നും ഇരുന്ന് എന്ത് പറയാനാ? പറയാനുള്ളതൊക്കെ ഒരുപാടായി പറഞ്ഞു. പിന്നെ വേറെ കുറേ ടീമുകളൊക്കെ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ മെമ്പർഷിപ്പ്. അവരാണ് നമ്മൾ ഇത്രയടാ പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു പരിധിയില്ലേ? മടുത്ത് അത് തന്നെയാണ് സത്യം. പിന്നെ ഇമാതിരി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ നാട്ടുകാർ പലതും പറയും. ഇതൊക്കെ കേൾക്കാൻ പറ്റില്ല, കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഇടാതിരി. ഇത് വീഡിയോ ഇടാൻ വേണം, കാശും വേണം, നമ്മളാരും ഒന്നും പറയാനും പാടില്ല. ഇതെന്തോ മാടും വിത്തോ? സമ്മതിക്കില്ല ഞാൻ. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്.